guys, welcome back to Car Garage. Car Garage-le ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിരിക്കും. നമ്മൾ ഈ ഒരു വൈറ്റ് വണ്ടിയുടെ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ള വ്ളോഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഞാനിവിടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ഫുള്ള് ബ്ലാക്ക് ആക്കണം. ഫുള്ള് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡ് സാധനങ്ങളെല്ലാം ബ്ലാക്ക് ആക്കണം. സീറ്റ് അടിച്ചെത്തിയിട്ടുണ്ട്. അത് ബ്ലാക്കും പിന്നെ ഒരു പർപ്പിൾ കളറും സീറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ബ്ലാക്ക് അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റീറിങ് അയച്ചെടുത്താണ് കണ്ടത്. സ്റ്റീറിങ് നമ്മളിത് ഫുള്ള് അയച്ചെടുത്തു. ഇത് നമുക്ക് ബ്ലാക്ക് അടിക്കാൻ സാധിക്കും ഫുള്ളും. പക്ഷേ ഇത് നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. സ്വിച്ച് മാസ്ക് ചെയ്ത് അടിക്കേണ്ടി വരും. സ്വിച്ചിൻ്റെ മേലെ കൂടെ പെയിൻ്റ് അടിക്കുന്നത് അത്ര നല്ലതല്ല. तो एक काम करना, ये खोलो, ये पूरा सेट खोलो. ऐसा आएगा लगता है. मैं കഴിച്ചു നോക്കാം. നിങ്ങൾ അപ്പോൾ നമ്മളിത് അയച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ये संभाल के रखना, ये पेपर में रखो, ये ऐसे निकाल दें. हाँ ऐसा, हाँ ठीक है. नहीं ये आएगा, ऐसा सेपरेट आएगा. नहीं आता അതൊക്കെ ഇറക്കണം. അപ്പോൾ നമുക്ക് ഇത് പിയാനോ ബ്ലാക്ക് അടിക്കാം. ഇത്രയും ഭാഗം സ്വിച്ച് നമ്മൾ അടിക്കാറില്ല. കാരണം സ്വിച്ച് അടിച്ചാൽ അതിൻ്റെ ആ ഒരു ഏരിയയാണ് അതൊക്കെ പോകും, ഒറിജിനാലിറ്റി പോകും. ഇത് രണ്ടും പിയാനോ ബ്ലാക്ക് അടിക്കുക, അത് മാറ്റ് ബ്ലാക്ക് അടിക്കുക. അപ്പം അങ്ങനെ സ്റ്റീറിങ് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇന്നലെ നമ്മൾ ഒരു വണ്ടി കഴിഞ്ഞൊരു വ്ളോഗിൽ കയറ്റിയിട്ട് നിങ്ങൾ കണ്ടിരിക്കും. ഈ ഒരു വണ്ടി നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട്. ലെക്സസ് പേൾ വൈറ്റ് അടിച്ചാണ്. ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് വണ്ടികൾ ലെക്സസ് പേൾ വൈറ്റ്, 3 വണ്ടി. ഇതിപ്പോൾ ആ വണ്ടി ലെക്സസ് പേൾ വൈറ്റാണ്, ഇത് ലെക്സസ് പേൾ വൈറ്റ്. ഇപ്പോൾ നാളെ അടിക്കാൻ പോകുന്നത് ലെക്സസ് പേൾ വൈറ്റ്. ഇവിടെ ഡാഷ്ബോർഡിൻ്റെ സാധനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ലെക്സസ് പേൾ വൈറ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തിറക്കി ഇട്ടു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 ദിവസം മുമ്പ് നമ്മൾ ഈ ഒരു വണ്ടി വർക്കിന് കയറ്റിയതാണ്, പുട്ടി വർക്കിന് കയറ്റിയതാണ്. അപ്പോൾ 4 ദിവസത്തെ അവസ്ഥ ഇതായിരുന്നു. അപ്പോൾ അത് മാറി പുട്ടി വർക്ക് സെക്കൻഡറി. ഇതൊരു വർക്ക് കൂടുതലായിട്ടുള്ള വണ്ടിയാണ്. ഇതിന് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഫുള്ളും പാച്ചും, അതേപോലെ തന്നെ ബോഡിയുടെ കുറേ വശങ്ങളൊക്കെ പാച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പുട്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാഷ്ബോർഡ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണി തന്നെയാണ്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാർട്സുകൾ വരും നമ്മൾ ഈ ഇന്നോവയുടെ ഡാഷ്ബോർഡ് സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ. അതിലെല്ലാ സാധനങ്ങളും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു വണ്ടിയും അതേപോലെ തന്നെ ആ ഒരു ഇന്നോവയും 2 പേൾ വെയിറ്റ് ഇന്നോവയുടെയും റൂഫ് നമ്മൾ ബ്ലാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂഫ് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ഫുള്ളായിട്ട് തന്നെ റൂഫ് ഒട്ടിക്കും. ഇത് ഫൈനൽ ചെയ്ത് 2 വണ്ടിയുടെ റൂഫ് ചെയ്യേണ്ട ഒരു ഫൈനൽ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഈ റൂഫ് നമ്മളിപ്പോൾ ഫൈനൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒട്ടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ നമുക്ക്. ഇപ്പോൾ ചില വണ്ടികൾ റൂഫ് റെക്കമെൻഡ് ചെയ്യും ബ്ലാക്ക് ആക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ്. ഫുള്ള് റൂഫ് ഇപ്പോൾ അവർ അടുത്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. മെറ്റീരിയൽ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് സെറ്റിങ് കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ബ്യൂട്ടി, ഇത് ഇൻസൈഡ് ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആനന്ദ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ് വയറിങ് प्रोपर हो गया? ये सब डैमेज है ना, ये चेंज करना. हाँ वो सब नया लेके आया ना. डैमेज है ना, अंदर से ऐसा डैमेज है. ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന്, നമ്മുടെ പുതിയ ഷോപ്പിൽ നിന്ന് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇരിഞ്ഞാലോടെ നമ്മൾ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തീനോ ഡാൽഡി ഡാഷ്ബോർഡ് പെയിൻറ്റിങ് നല്ലൊരു ചോയ്സ് തന്നെയാണ്. പക്ഷേ ഇത് ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടികളൊക്കെ ആണെങ്കിലാണ് ഡാഷ്ബോർഡ് പെയിൻറ്റിങ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് പുട്ടിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ എന്നിട്ട് പറയുക ഫെവിക്വിക്ക് വെച്ചിട്ടുള്ള വലിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറച്ച് കളഞ്ഞ് അതും ഒരു ഫിനിഷിങ് വരുത്താമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും നമുക്ക്.